ഹലോ, വെൽക്കം ബാക്ക് ടു ആർ സ്റ്റോറീസ്. അപ്പോൾ രാവിലെ എണീറ്റിരിക്കുകയാണ്. ബ്രഷ് ചെയ്ത് വേറെ ചെയ്തിട്ടില്ല. അപ്പോൾ ബ്രഷ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ആലോചിച്ചത് ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ എന്താ എന്ന്. അപ്പോൾ ഒരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിരിക്കും. ഞാൻ അധിക കാര്യങ്ങളൊന്നുമില്ല ഡേ ഇൻ മൈ ലൈഫിൽ. രാവിലെ എണീക്കുക, തിന്നോ ഉറങ്ങുക, പിന്നെ എണീക്കുക, തിന്നോ ഉറങ്ങുക, ഇത് തന്നെയാണ്. അപ്പോൾ എക്സ്ട്രാ എന്തെങ്കിലും ഉണ്ടോ നമുക്ക് നോക്കാം, അത്രയേ ഉള്ളൂ. അപ്പം രാവിലെ എണീറ്റ് എനിക്ക് നല്ല നല്ല കടുപ്പത്തിനൊരു കോഫി കുടിക്കാൻ തോന്നുന്നുണ്ട്. നമുക്കൊരു കോഫി കുടിക്കാം. അപ്പോൾ അതിന് മുന്നേ ഹാളിൽ കാർപ്പറ്റൊക്കെ ഇരിക്കണം. ഞാൻ കാർപ്പറ്റൊക്കെ മാറ്റി, ഇന്നലെ വൈകിട്ട് കാർപ്പറ്റൊക്കെ മാറ്റിയിട്ടൊന്ന് തൂത്തിട്ടേക്കുമായിരുന്നു. അപ്പം ഇനിയിപ്പോൾ കാർപ്പറ്റ് ഇരിക്കണം, ദിവാൻ കോട്ടിൽ ഇരിക്കണം. അങ്ങനെ കുഞ്ഞു കുഞ്ഞു പരിപാടികളുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ബ്രൂ കോഫി കുടിക്കാം, ഒരു ഇൻസ്റ്റൻറ്റ് കോഫി ഇട്ട് കുടിക്കാം. ഓക്കെ. പിന്നെ അപ്പോൾ രാവിലെ എണീറ്റ് പല്ലിയപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വന്ന് ഹാളൊന്ന് വൃത്തിയാക്കിയിടും. കാരണം എപ്പോഴാണ് ആര് വരുന്നു എന്നൊന്നും നമുക്കറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഹാൾ ആദ്യം വൃത്തിയാക്കും, അതാണ് മെയിൻ. രാത്രി തന്നെ സോഫയൊക്കെ ക്ലീൻ ചെയ്തിട്ട് പോവും. പിന്നെ നമ്മൾ എപ്പോഴും വന്നിരിക്കുകയൊക്കെ ചെയ്യുന്നത് ദിവാങ്കോട്ടിലാണ്. അപ്പോൾ ദിവാങ്കോട്ടിൽ ഷീറ്റൊക്കെ മാറിക്കിടക്കും. അപ്പോൾ ആ ദിവാങ്കോട്ടൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിടണം. പിന്നെ അവൻ രാവിലെ 6 മണിക്ക് കളിക്കാൻ പോവും, ഷട്ടിൽ കളിക്കാൻ പോവും. അപ്പോൾ അതിൻ്റെ ബാറ്റൊക്കെ അവൻ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് അവിടെ വന്നിരുന്ന് പാട്ട് കേൾക്കുവാണ് അവൻ. അങ്ങനെ കൊണ്ടുവന്ന് സോഫയിലൊന്നും ഇടാറില്ല. അപ്പോൾ എനിക്ക് തോന്നി ക്ഷീണമായിരിക്കുമെന്ന് തോന്നി. അങ്ങനെ ഞാൻ തന്നെ അതൊക്കെ എടുത്തങ്ങ് തിരിച്ചുകൊണ്ട് വെച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ തലേ ദിവസം എപ്പോഴും ഫ്ലോർ മാറ്റ് കുടഞ്ഞ് മാറ്റിയിട്ടേക്കും. രാവിലെയാണ് ഫ്ലോർ മാറ്റ് വിരിക്കാറ്. കാരണം ഭയങ്കര പൊടി പോലെ എനിക്ക് തോന്നാറുണ്ട്, അതുകൊണ്ടാണ്. അപ്പം രാവിലെ കൊണ്ടുവന്ന് ഫ്ലോർ മാറ്റും വിരിച്ച് അതിന് മണ്ടയിൽ നമ്മുടെ കോഫി ടേബിളും കൊണ്ടുവന്നിടും. ഇത് സ്ഥിരം പരിപാടിയാണ്. അത് ഇപ്പം എനിക്ക് ക്ലാസ്സുള്ള ടൈമിലാണെങ്കിൽ ഇതിനൊന്നും എനിക്ക് ടൈം കിട്ടത്തില്ല. അപ്പോൾ ക്ലാസ്സുള്ള ടൈമാണെങ്കിൽ ഈ വക കലാപരിപാടികളൊന്നും കാണത്തില്ല. വൈകിട്ട് വന്നിട്ട് പെട്ടെന്നൊന്ന് കുടഞ്ഞിട്ട് പെട്ടെന്ന് തൂത്തിട്ട് പോകും, അത്രയേ ഉള്ളൂ. അപ്പം ചെറിയ ക്ലീനിങ് പരിപാടികളൊക്കെ കഴിഞ്ഞ് ഹാളൊന്ന് വൃത്തിയാക്കിയതിന് ശേഷം ഞാനൊരു കോഫി കുടിക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ ഈ സൈഡിൽ ഇരിക്കുന്ന അത്രയും സാധനങ്ങൾ മേടിച്ചതാണ് കേട്ടോ. നമ്മൾ തലേദിവസം നമ്മൾ ഷോപ്പിംഗ് ഡേ ആയിരുന്നു. അങ്ങനെ ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് രാത്രി സാധനങ്ങൾ അവിടെ കൊണ്ടുവന്ന് വെച്ചതാണ്. ഒന്നും തന്നെ ഒന്നിലും ആക്കി വെച്ചിട്ടില്ല. അതൊന്നും എനിക്കൊന്നും നമ്മളൊരു 12:30 രാത്രി 1 മണിയായി തിരിച്ച് വീട്ടിൽ എത്തിയപ്പോഴത്തേക്ക് ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞിട്ട്. അപ്പം ഒന്നും അടുക്കി പറക്കാനുള്ള ആ ഒരു ഇതിലൊന്നും എല്ലാവരും നല്ല ക്ഷീണം ഉറക്കമൊക്കെ ആയിരുന്നു. അങ്ങനെ അതൊക്കെ ഇനി വേണം അടുക്കി വയ്ക്കാനായിട്ട്. അപ്പോൾ ആ സമയം കൊണ്ട് ഞാനൊന്ന് കോഫി കുടിക്കുമ്പോഴത്തേക്ക് എനിക്ക് എപ്പോഴും ഭയങ്കര ഉന്മേഷമാണ്. അതുകൊണ്ട് കോഫി കുടിക്കും, ഇല്ലെങ്കിൽ ചായ കുടിക്കും, എന്തും കുടിക്കും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രെഡ് ടോസ്റ്റാണ്. ടോസ്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, മുട്ട ഒരെണ്ണം ആണെങ്കിൽ അതിനിരട്ടി നല്ല എമൗണ്ട് ഓഫ് പാലൊഴിച്ച് ഒന്ന് ബട്ടറിൽ ടോസ്റ്റ് ചെയ്തെടുക്കും. മുട്ട ഇല്ലെങ്കിലും എനിക്ക് വലിയ താല്പര്യമില്ല. എനിക്ക് ഇച്ചിരി പാലിൽ മുക്കി ഞാനൊന്ന് ബട്ടറിൽ ഫ്രൈ ചെയ്തെടുക്കും. അങ്ങനെ ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമ്മളെ മയോണൈസ് ഉണ്ട്, ഗാർലിക് മയോണൈസ് അല്ലെങ്കിൽ ചീസ് മയോണൈസ്, ജസ്റ്റ് ഒന്ന് അതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അത് കഴിക്കും. എനിക്കിഷ്ടമാണ്. എന്നുവെച്ചാൽ ഒരുപാട് പാടുള്ള ജോലിയില്ല, എന്നാൽ ഫില്ലിങ്ങുമാണ്. ഇത്രയും എനിക്ക് കഴിക്കാനല്ല, നിങ്ങൾ പേടിക്കേണ്ട, അവനും കൂടെ കഴിക്കാനാണ്. അപ്പം ഇതിനിടയിൽ അവനെ കാണുന്നില്ലെന്ന് പറയാൻ അവൻ കോളും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുവാണ്. എനിക്കൊന്ന് ഇത് വോട്ടിങ്ങിൻ്റെ ദിവസമാണ്. അപ്പം അന്നുള്ള കോളിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുവാണ്. അത് കഴിഞ്ഞിട്ട് എനിക്കൊന്ന് വോട്ടിടാൻ പോയ ടൈമാണ്. ആ ടൈമിൽ ഞാൻ വിചാരിച്ചു സാധനങ്ങളൊക്കെ എടുത്ത് അതത് ബോക്സുകളിലാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ സാധാരണ ഡൈനിങ് ടേബിളിൽ വെച്ചിട്ടാണ് സാധനങ്ങളെല്ലാം ടിന്നുകളിലാക്കുന്നത്. എന്നിട്ട് തിരിച്ചുകൊണ്ട് വന്ന് കിച്ചണിൽ ക്ലീനാക്കി വയ്ക്കും. ഇന്നിതിപ്പോൾ നമ്മൾ ഡൈനിങ് ടേബിളിൽ അവിടുത്തെ ഫാൻ അടിച്ചു പോയി, അതുകൊണ്ട് അവിടെ ഇരിക്കാൻ പറ്റത്തില്ല, ഭയങ്കര ചൂട്. അങ്ങനെ ഞാൻ വിചാരിച്ചെങ്കിൽ ഹാളിൽ കൊണ്ടുവയ്ക്കാം എന്ന് വിചാരിച്ചിട്ട് അവിടെ കൊണ്ടുവച്ചിട്ട് ഫാൻ ഒട്ടിരുന്ന് കാറ്റും കൊണ്ട് എല്ലാ ടിന്നും ഫില്ല് ചെയ്യുകയാണ്. അപ്പം ആദ്യം എന്തെങ്കിലും വെറ്റ് ടിഷ്യോ നന്ന തുണി എന്തെങ്കിലും എടുത്തിട്ട് ബോക്സുകളെല്ലാം നന്നായിട്ട് തുടയ്ക്കും. കാരണം ആ ഒരു മാസത്തെ പെട്ടെന്ന് നമ്മൾ കുക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ചെന്ന് എടുക്കുന്നതിൻ്റെ അഴുക്കൊക്കെ ആ ബോക്സിൽ കാണും. അതുകൊണ്ട് അതെല്ലാം തുടച്ച് കളഞ്ഞിട്ട് അതിനകത്തെല്ലാം ബോക്സുകളിലാക്കി വെച്ചു. അത് കഴിഞ്ഞിട്ട് ഇത്രയും സാധനങ്ങളാണ് ബാക്കി വന്നത്. അതെല്ലാം കൊണ്ടുവന്ന് ബിസ്ക്കറ്റിൻ്റെ ടിന്നിലും ഫ്രിഡ്ജിൽ വയ്ക്കാനുള്ളതൊക്കെ ഫ്രിഡ്ജിൽ വയ്ക്കണം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വാഷ് ചെയ്യാൻ കുറച്ച് തുണി ഉണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം വാഷിംഗ് മെഷീനിലിട്ടു. സംഭവം മോസ്റ്റ്ലി അവൻ്റെ ഷർട്ട്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇതാണ് കേട്ടോ റൂമിൽ നിന്ന്
ഞാൻ കുറച്ച് നേരം ജനൽ തുറന്നിടും, കാരണം ഇപ്പോൾ ഭയങ്കര ചൂടായതുകൊണ്ട്. ഏകദേശം എൻ്റെ പണികളെല്ലാം തീർന്നിട്ടുണ്ട്. 4 മണി ആകാറായി. ഞാൻ ഇതുവരെ ഫുഡ് കഴിച്ചിട്ടില്ല. ഇനി കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാം. ഞാൻ ഇങ്ങനെ ജോലിയിലൊക്കെ ആയിക്കഴിഞ്ഞാൽ ഞാൻ ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയാണ്. വെറുതെ ഇരിക്കുമ്പോൾ പക്ഷേ വിശക്കും കേട്ടോ. ഞാൻ ജോലി എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കാനും വിശക്കത്തില്ല. അപ്പോൾ ഇനി കുറച്ച് നേരം കിടക്കണം. 4 മണി ആകാറായി. അപ്പോഴത്തേക്ക് ഒരു മണിക്കൂർ ആകുമ്പോഴത്തേക്ക് വാഷിംഗ് മെഷീൻ ഓഫ് ചെയ്യാറാവും. അപ്പോഴത്തേക്ക് അത് ഓഫ് ചെയ്ത് തുണി ഇരിക്കണം. അതോരൊന്ന് കിടക്കാം. എനിക്ക് കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്യാനുണ്ട്, അപ്പോൾ അതും കൂടെ ഓർഡർ ചെയ്യണം. പിന്നെ എണീറ്റതിന് ശേഷമുള്ള പരിപാടി ഇത് സ്റ്റിച്ച് ചെയ്യാൻ പഠിക്കണം. എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ അറിയത്തില്ല. അമ്മ സ്റ്റിച്ച് ചെയ്യും, അമ്മ ഫാഷൻ ഡിസൈനിങ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് അമ്മ മെഷീനിലൊന്നും തൊടാൻ സമ്മതിച്ചിട്ടില്ല. അപ്പം എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ അറിയത്തില്ല. എനിക്കിത് സ്റ്റിച്ച് ചെയ്യാൻ പഠിക്കണം. അപ്പം എൻ്റെ ഡ്രസ്സെങ്കിലും എനിക്കുള്ളതെങ്കിലും സ്റ്റിച്ച് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് മേടിച്ചാട്ടോ. എനിക്കൊരു 2 മാസം വെക്കേഷനാണ്. അപ്പോൾ എൻ്റെ റിസൾട്ട് വരാൻ വേണ്ടിയിട്ട് ലേറ്റാവും. അപ്പോൾ 2 മാസം വെറുതെ നിൽക്കണ്ടല്ലോ, എന്തെങ്കിലും പഠിക്കാം എന്ന് വിചാരിച്ചിട്ട് മെഷീൻ മേടിപ്പിച്ചു അവനെ കൊണ്ട്. മെഷീൻ മേടിച്ച് ഇനി ഇത് സ്റ്റിച്ച് ചെയ്യാൻ പഠിക്കണം. യൂട്യൂബൊക്കെ നോക്കിയാണ് പഠിക്കുന്നത്. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കണം. അത് കഴിഞ്ഞിട്ട് പോയി കുളിക്കണം. ഇന്ന് ഇത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ ഒരു ഉറക്കം പാസ്സാക്കിയിട്ട് വരാം. അത് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ കിടന്നുറങ്ങി എണീറ്റ് ബിസ്ക്കറ്റ് മാഗിയൊക്കെ കഴിച്ചിട്ട് നമുക്ക് ഡ്രസ്സ് വാഷ് ചെയ്തത് കൊണ്ട് വിരിക്കാനുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കൊണ്ടുവന്ന് വിരിച്ചു. പിന്നെ അവ ഇല്ലാത്തതുകൊണ്ടാണ് ലഞ്ചൊന്നും ഉണ്ടാക്കാതെ ഞാൻ ഇങ്ങനെ അങ്ങ് പോയത്. അങ്ങനെ വാഷിംഗ് മെഷീനിലെ തുണിയൊക്കെ വിരിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ്.